മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ വർത്തമാനകാലം വരെ പരിശോധിച്ചാൽ യഥാർത്ഥ പരിണാമം സംഭവിക്കുന്നത് അവൻ്റെ മനസ്സിനും ചിന്തയ്ക്കുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ കാലാന്തരത്തിൽ ആർജിച്ച പുരോഗമന ബോധങ്ങളും സമത്വബോധങ്ങളും മാനവികതയും ഒക്കെ തന്നെയാണ് അതിൻ്റെ ആകത്തുക. എങ്കിലും യുഗങ്ങൾക്ക് മുമ്പുള്ള ചില പ്രാകൃത ജീവികൾ ചരിത്രത്തിൻ്റെ ഏതൊക്കെയോ അജ്ഞാതമായ ഇടങ്ങളിൽ നിന്നും തുടലുകൾ പൊട്ടിച്ചുകൊണ്ട് ആധുനിക മനുഷ്യരുടെയും മനസ്സുകളിലേക്ക് ഓടിയെത്തി വാലാട്ടാറുണ്ട്. അതാണ് നാം ഇപ്പോൾ കാണുന്ന കുറ്റകൃത്യങ്ങളും യുദ്ധങ്ങളും കലാപങ്ങളുമെല്ലാം. പണ്ടൊക്കെ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയുള്ള വഴികൾക്കും ഉപകരണങ്ങൾക്കും വേണ്ടിയാകണം കണ്ടുപിടുത്തങ്ങളുടെ ഒരു പങ്കുപയോഗിച്ചത്. കേട്ടാൽ ഭയപ്പെടുന്ന അറപ്പുളവാക്കുന്ന എത്രയെത്ര വധശിക്ഷാരീതികൾ നമ്മൾ ചരിത്രത്തിൽ കണ്ടു. ഇവിടെ പറയാൻ പോകുന്നത് അതുപോലൊരു കൊടും ക്രൂര ശിക്ഷാവിധിയെ പറ്റിയാണ്. അതാണ് ഫലാരിസിൻ്റെ ശിക്ഷാരീതി. ഇതിന് വേറെ രണ്ട് പേരുകളുമുണ്ട്: സിസിലിയൻ ബുൾ ശിക്ഷാരീതി, ബ്രേസൺ ബുൾ ശിക്ഷാരീതി. ഇത് പുരാതന കാലത്തെ ഏറ്റവും ക്രൂരവും ഭയാനകവുമായ പീഡന ഉപകരണങ്ങളിൽ ഒന്നാണ്. പുരാതന ഗ്രീസിലെ സാമൂഹിക രാഷ്ട്രീയ ക്രൂസുകളിൽ രൂപകൽപ്പന ചെയ്ത ബ്രേസൺ കാള ക്രൂരതയുടെയും ശിക്ഷയുടെയും പുതിയ രൂപങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മനുഷ്യൻ്റെ ചാതുര്യത്തിൻ്റെ തെളിവായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. BC 570-നും 554-നും ഇടയിൽ ഏതൻസിലെ പെരിലോസ് എന്ന വ്യക്തിയാണ് ബ്രേസൺ ബുൾ എന്ന വധശിക്ഷാരീതി കണ്ടുപിടിച്ചത്. മനുഷ്യനെ ക്രൂരമായി കൊല്ലാനുള്ള ഒരു ഉപകരണം, കാള. സിസിലിയയിലെ അക്രഗാസിൻ്റെ സ്വേച്ഛാധിപതിയായ ഫലാരിസിൻ്റെ ഭരണകാലത്ത് ഈ കാള ഒരു പീഡന ഉപകരണമായിരുന്നു. ഒരുപാട് മനുഷ്യ ജീവനുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പീഡന ഉപകരണത്തിൻ്റെ നിർമ്മാണത്തിന് നിയോഗിച്ചത് പെരിലോസിനെയായിരുന്നു. യഥാർത്ഥത്തിൽ സിസിലിയൻ ബുൾ എന്തായിരുന്നു? പെരിലോസ് പൊള്ളയായ ഒരു കാളയെ രൂപകൽപ്പന ചെയ്തു. അത് നിർമ്മിച്ചത് വെങ്കലത്തിലായിരുന്നു. മാത്രമല്ല അതിൻ്റെ വയറിൻ്റെ ഒരു സൈഡിൽ ഒരു വാതിലുണ്ടായിരുന്നു. വാതിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വലിയ ദ്വാരം, അതായത് ഒരു മനുഷ്യനെ ആ കാളയുടെ ഉദരത്തിനുള്ളിലേക്ക് കയറ്റാൻ സാധിക്കുന്ന തരത്തിൽ ഒരു വലിയ വാതിൽ. കൊല്ലുന്ന രീതി എങ്ങനെയായിരുന്നു? ഇരകളെ ജീവനോടെ കാളയുടെ വയറിൻ്റെ ഭാഗത്തെ ദ്വാരത്തിലൂടെ അകത്തേക്ക് കയറ്റും. ശേഷം ഡോറടയ്ക്കും. അകത്തേക്ക് കയറ്റപ്പെടുന്ന നിർഭാഗ്യവാനായ മനുഷ്യൻ്റെ തല കാളയുടെ തലയുടെ ഭാഗത്തായിരിക്കും ക്രമീകരിക്കുക. അതിനുശേഷം താഴെ, അതായത് കാളയുടെ വയറിൻ്റെ അടിയിൽ തീ കത്തിക്കും. അപ്പോൾ ചൂടുകൂടി വെങ്കലം ചുട്ടുപഴുക്കും. അങ്ങനെ ചുട്ടുപഴുക്കുമ്പോൾ ഉള്ളിലെ മനുഷ്യൻ വെന്തു പുളഞ്ഞു ചാകും. കുറ്റവാളിയുടെ മാംസത്തിൽ നിന്നുള്ള നീരാവി കാളയുടെ മൂക്കിലൂടെ പുറത്തു വരുന്ന വിധത്തിലായിരുന്നു കാളയുടെ രൂപകൽപ്പന. മറ്റൊരു ഭീകരവശം, ഈ കാളയുടെ തലയുടെ ഭാഗം ഡിസൈൻ ചെയ്തത് ചില ട്യൂബുകൾ ഉപയോഗിച്ചാണ്. അതെന്തിനെന്ന് ചോദിച്ചാൽ, കാളയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെടുന്ന ഇരയുടെ ആർത്തനാദത്തിൻ്റെ ശബ്ദം കാളയുടെ അലർച്ച പോലെ ശബ്ദമുണ്ടാകാനാണ്. ഈ വധശിക്ഷാ ഉപകരണത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം ഫലാരിസിനോട് പെരിലോസ് പറഞ്ഞു, ഇരയുടെ നിലവിളി പൈപ്പുകളിലൂടെ ഏറ്റവും മൃദുവും ഏറ്റവും ദയനീയവും ഏറ്റവും മധുരതരവുമായ ഒരു മുഴക്കമായി നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഇത് കണ്ടുപിടിച്ച വ്യക്തിക്ക് പൊന്നു തമ്പുരാനിൽ നിന്നും ചാർത്തിക്കെട്ടിയ വിലപ്പെട്ട സമ്മാനം എന്തെന്നറിയണ്ടേ? അങ്ങനെ കണ്ടുപിടിച്ച ഈ ഉപകരണത്തിൻ്റെ ഉദ്ഘാടനം ബഹുരസമെന്ന് ചരിത്രം പറയുന്നു. ശബ്ദ ഉപകരണം പരീക്ഷിക്കാൻ ചക്രവർത്തിയായ ഫലാരിസ് ആ ഉപകരണം കണ്ടുപിടിച്ച പെരിലോസിനെ തന്നെ ഇരയാക്കി. കഥയനുസരിച്ച് പെരിലോസ് ബ്രേസൺ കാളയെ ഫലാരിസിന് പരിചയപ്പെടുത്തി. കാളയുടെ വിശേഷങ്ങൾ കേട്ടതുകൊണ്ടുള്ള കൗതുകം തോന്നിയ ഫലാരിസ് പെരിലോസിനോട് കാളയുടെ അകത്തേക്ക് കയറി ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പെരിലോസ് അകത്ത് കയറിയപ്പോൾ ഫലാരിസ് കാളയുടെ വാതിൽ പൂട്ടി അടിയിൽ തീ കത്തിച്ചു. പെരിലോസിനെ ജീവനോടെ ചുട്ടു. അങ്ങനെ ബ്രേസൺ കാളയുടെ ആദ്യത്തെ ഇര അതിൻ്റെ സ്രഷ്ടാവ് തന്നെയായിരുന്നു. സ്വന്തം സൃഷ്ടിയിലേക്ക് തന്നെ അയാൾ മരണത്തിലേക്ക് തള്ളിവിടപ്പെട്ടു. മരിക്കുന്നതിന് മുമ്പ് പെരിലോസിനെ ഫലാരിസ് കാളയുടെ ഉള്ളിൽ നിന്ന് മോചിപ്പിച്ചെന്നും എന്നിട്ട് അയാളെ കുത്തനെയുള്ള ഒരു കുന്നിലേക്ക് ഓടിച്ചു കയറ്റി അവിടെ നിന്ന് എറിഞ്ഞു കൊന്നുവെന്നും പറയപ്പെടുന്നു. പിന്നീട് BC 554 ടെലിമാക്കസ് നഗരം പിടിച്ചപ്പോൾ ഫലാരിസ് തൻ്റെ പിച്ചളക്കാളയാൽ കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്നു. വാളെടുത്തവൻ വാളാൽ. ഈ കാള ചരിത്രത്തിൽ അതുല്യമായ ഒന്നൊന്നുമല്ല. കാരണം ഗ്രീക്കുകാരുടെ മറ്റു പലതും പോലെ റോമക്കാരും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ അത് സ്വീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു എന്ന് മാത്രം. സെൻറ്റ് യൂസ്റ്റേസ്, വിശുദ്ധ ആൻറ്റിപ്പാസ് തുടങ്ങിയ ചില പ്രശസ്ത ക്രിസ്ത്യാനികളെ വെങ്കല കാള ഉപയോഗിച്ച് കൊന്നതായി കണക്കാക്കപ്പെടുന്നു. പുരാതന ചരിത്രകാരന്മാരുടെ രചനകളിൽ നിന്നാണ് ബ്രേസൺ കാളയുടെ കഥ പൂർണ്ണമായും അറിയുന്നത്. BC 1-ാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് ചരിത്രകാരനായ ഡയോഡോറസ് സീക്കുലസ് ആണ് ഫലാരിസിനെയും കാളയെയും അതിൻ്റെ സൃഷ്ടാവിൻ്റെ ദാരുണമായ അന്ത്യത്തെയും തൻ്റെ രചനയിലൂടെ വെളിപ്പെടുത്തിയത്. ഗ്രീക്ക് ഗാനരചയിതാവായ പിൻഡാർ തൻ്റെ ഒരു കവിതയിൽ ഫലാരിസിനെ സംക്ഷിപ്തമായി പരാമർശിക്കുകയും ചെമ്പ് കാളയെ പരാമർശിക്കുകയും ചെയ്യുന്നു. AD 2-ാം നൂറ്റാണ്ടിലെ വാചോടോപകാരനും ആക്ഷേപഹാസ്യകാരനുമായ ലൂസിയൻ തൻ്റെ രചനയിൽ കാളയെയും ഫലാരിസിൻ്റെ ക്രൂരമായ ഭരണത്തെയും പരാമർശിക്കുന്നു.
ഈ പരാമർശങ്ങൾ ഉണ്ടായിട്ടും കാളയുടെ ആധികാരിക ചരിത്രകാരന്മാർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായി തുടരുന്നു. ചിലർ വാദിക്കുന്നത് ഈ ഉപകരണം യാഥാർത്ഥ്യമല്ലെന്നും ഒരു കഥയാകാമെന്നും നൂറ്റാണ്ടുകളായി നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു മിത്താകാമെന്നുമാണ്. കാളയുടെ കഥകൾ ഫലാരിസിലോ പെരിലോസിലോ അവസാനിക്കുന്നില്ല. BC 406 അക്രാഗസിനെ കൊള്ളയടിച്ചപ്പോൾ കാർത്തജീനിയക്കാർ കാളയെ പിടിച്ചുവെന്നും പിന്നീട് കാർത്തേജ് കീഴടക്കിയപ്പോൾ റോമക്കാർ അത് പിടിച്ചുവെടുത്തുവെന്നും കഥകൾ പറയുന്നു. ഈ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കാൻ ചരിത്രപരമായ പുരാവസ്തു തെളിവുകളൊന്നുമില്ലെങ്കിലും കാളയെ ഒടുവിൽ നശിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. യൂറോപ്പിലെ മധ്യകാലഘട്ടത്തിലും ആധുനിക കാലഘട്ടത്തിലും ബ്രേസൻ കാളയെക്കുറിച്ചുള്ള ആശയം വീണ്ടും ഉയർന്നു വന്നു. മനുഷ്യരെ പീഡിപ്പിക്കാനായി ആ പഴയ കാളയുടെ ചില പതിപ്പുകൾ ഇറങ്ങി. ഒരു ഇരുമ്പ് ക്യാബിനറ്റ്, ഒരു ഹിഞ്ച് ചെയ്ത മുൻഭാഗവും സ്പൈക്ക് കൊണ്ട് പൊതിഞ്ഞ ഉൾഭാഗവും അടങ്ങുന്ന ഒരു പീഡന ഉപകരണം. ആ പഴയ കാളയുടേതിന് സമാനമായ ആ തത്വം. ഇതിനൊന്നും ആധികാരികമായ തെളിവുകളൊന്നുമില്ല. എന്തൊക്കെയായാലും ബ്രേസൻ കാള ശക്തമായ ഒരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യക്രൂരതയുടെ ശക്തമായ പ്രതീകമായും അനിയന്ത്രിതമായ അധികാരത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായും ഇത് പ്രവർത്തിക്കുന്നു. കാലക്രമേണ സാഹിത്യത്തിലും സിനിമയിലും ടെലിവിഷനിലും കാളയെ പരാമർശിച്ചിട്ടുണ്ട്. സാധാരണയായി അങ്ങേയറ്റത്തെ ശിക്ഷാവിധികളെയോ സ്വേച്ഛാധിപത്യത്തെയോ ചിത്രീകരിക്കുന്നതിനുള്ള ഒരു മാർഗമായി. അത്തരമൊരു ഉദാഹരണമാണ് തോമസ് ഹാരിസിൻ്റെ നോവൽ ഹാനിബാൾ റൈസിംഗ്. അതിൽ ടൈറ്റിൽ കഥാപാത്രം ഒരു യുദ്ധ കുറ്റവാളിയോട് പ്രതികാരം ചെയ്യാൻ ബ്രേസൻ കാളയുടെ ഒരു മിനിയേച്ചർ മാതൃക ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു. 2011 പുറത്തിറങ്ങിയ ഇമ്മോർട്ടൽസ് എന്ന സിനിമയിൽ സമാനമായ ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ആ പഴയ കാള കാലാന്തരത്തിലും ഉണർത്തുന്ന ഭീകരതയെ പ്രതിഫലിപ്പിക്കുന്നു. ബ്രേസൻ കാള അതിൻ്റെ ചരിത്രപരമായ ആധികാരികതയിൽ നമ്മൾ തർക്കിച്ചാലും മനുഷ്യക്രൂരതയുടെ ഇരുണ്ട ഓർമ്മപ്പെടുത്തലായി തുടരുന്നു. അതിൻ്റെ അസ്തിത്വം യഥാർത്ഥമോ സാങ്കല്പികമോ ആകട്ടെ, അധികാര സംവിധാനങ്ങൾക്ക് മനുഷ്യരെ എത്രത്തോളം മനുഷ്യത്വരഹിതമായി പീഡിപ്പിക്കാൻ കഴിയുമെന്നതിൻ്റെ തെളിവാണ്. ഭീകരതയെ അധികാരം നിലനിർത്തുന്നതിനുള്ള ഒരു ഉപകരണമായി എന്നും ഉപയോഗിക്കുന്നു. മനുഷ്യചരിത്രത്തിലെ സങ്കീർണവും ഭയാനകവുമായ ഈ കാളയെ നമ്മൾ പഠിച്ചാൽ നമ്മുടെ സമൂഹങ്ങളിൽ മനുഷ്യത്വം, അനുകമ്പ, നീതി എന്നിവയുടെ അഭാവവും അതിൻ്റെ ആവശ്യകതയും കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും എന്നത് തീർച്ച.